ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എനിക്ക് സുഖം തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേഷ്യൽ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ പൈസ കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ ചെയ്യാം. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല അടിപൊളി മേക്കപ്പ് ആയിട്ടാണ്. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ഫേഷ്യൽ ചെയ്താലോ. 3 സ്റ്റെപ്പാണ് വേണ്ടത്. ക്ലെൻസിങ്, പിന്നെ ഒരു സ്ക്രബ്, പിന്നെ ഒരു പാക്ക്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, നല്ല മുഖമൊക്കെ നല്ല തിളങ്ങാൻ. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഗ്യാസിൽ കുറച്ച് പണികളൊക്കെ ഉള്ളതാണ്. അതായത് കുറുക്കലും ചെറുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. കേബേജിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് എത്ര ആൾക്ക് അതിൻ്റെ ഗുണം കിട്ടി എന്നൊക്കെ ഒന്ന് പറയാൻ പറയുന്നു. എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു ഫേഷ്യലായിരുന്നു അത്. ഞാനത് പറഞ്ഞിരുന്നത്. അതെല്ലാം കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മുഖം നല്ല ഗ്ലോ വരും കേട്ടോ. അപ്പോൾ ഞാനതുപോലെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിൽ. ഞാനിത് മുഖമൊക്കെ നല്ലോണം കഴുകിയിട്ട് അപ്പോൾ വന്നിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ ആ മുഖമാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ആഴ്ചയ്ക്ക് 2 ദിവസമൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് മുന്നിൽ വരണമല്ലോ. ഇതൊക്കെ ചെയ്ത് എത്രത്തോളം ഭംഗി വന്നു, എത്രത്തോളം കളർ വന്നു എന്ന് കാണിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് തന്നത്. എന്നിട്ട് ഈ 2 പ്രാവശ്യം വീണ്ടും ചെയ്ത് നോക്കിയിട്ടുള്ള മാറ്റാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇതേപോലെ എനിക്ക് റിസൾട്ട് കിട്ടണം. ഓക്കെ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ബ്രൈഡൽ ഫേഷ്യൽ, ബ്രൈഡലിന് കല്യാണത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന കുട്ടികൾക്കും അതുപോലെ നമ്മളൊരു കല്യാണത്തിന് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ്. വളരെയധികം എഫക്റ്റ് കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേബേജിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരുപാട് ആൾക്കാർ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മറുപടി തന്നു. ഒരുപാട് വ്യൂസ് കിട്ടിയ ഒരു ഫേഷ്യലായിരുന്നു അത്. അതുപോലത്തെ ഒരു ഫേഷ്യൽ തന്നെയാണ് ഇത്. പിന്നെ ആ ഫേഷ്യലിന് ഞാനത് 2 പ്രാവശ്യം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടൊക്കെ തന്നിട്ടുള്ളത്. 2 പ്രാവശ്യം ഇട്ടിട്ട് എൻ്റെ മുഖത്ത് വന്ന മാറ്റമാണ് ഞാൻ കാണിച്ചു തന്നത്. അതുപോലെ ഉള്ളൊരു വീഡിയോ ആണ് ഇതും. ഞാനിതുപോലെ 2 പ്രാവശ്യം ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തും ചെയ്യുമ്പോൾ ഞാൻ അന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ വീഡിയോ ഇടാറുള്ളൂ. പിന്നെ ഇതും ഞാനിതുപോലെ 2 പ്രാവശ്യം ചെയ്തു. അപ്പോൾ ആ കേബേജിൻ്റെ വീഡിയോ ഞാനിതുപോലെ തന്നെ 2 പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് ഇനിയും റിസൾട്ട് കിട്ടണം, കൂടുതൽ എങ്ങനെ കളറ് വരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഇട്ട് നോക്കിയിട്ട് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ മുഖമെല്ലാം കഴുകിയിട്ട് വന്നിട്ടുള്ളത് മുഖമാണ് കേട്ടോ. നല്ല ഗ്ലോയ്ക്ക് പുറമെ നല്ല സോഫ്റ്റ്, നല്ല ഗ്ലോ. കേബേജിൻ്റെ ആ നീര് ഭയങ്കര ഗ്ലോ ആണ് കേട്ടോ. മുട്ട ടൈറ്റനിങ് കിട്ടാനും പിന്നെ പാലൊരു ക്ലെൻസിങ്ങുമാണ്. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റ്, നല്ലൊരു ഫേഷ്യലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു കോഫീൻ്റെതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കോഫി, കുറച്ച് കോഫി മതി. പിന്നെ കുറച്ച് നമുക്കിതിലേക്ക് പാൽ ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയില്ലേ, സാധാരണ ആട്ടപ്പൊടി, ഇതേ വേണ്ടു ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഫി പൗഡർ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഈ ഒരു പാക്കറ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഈ ഒരു പാക്കറ്റ് ഫുള്ളിട്ടോളൂ കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണേ. മറ്റേ വീഡിയോയിൽ കണ്ടിട്ട് ചെയ്തതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പാല്, അതായത് ഇത് കുറുങ്ങാനുള്ള പാലാണ് എടുക്കേണ്ടത് കേട്ടോ. കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ആട്ടപ്പൊടിനെ അത് ഒരു 2 സ്പൂണ് ഇതിലും എടുക്കാം. ഇതുപോലെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതിന് നമുക്ക് വേണമെങ്കിൽ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. 3 സ്റ്റെപ്പായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കതിൽ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഇത് ഇടുമ്പോൾ ഒന്ന് കട്ടയായി കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുത്തിട്ട് വരാം. കുറുക്കിയെടുത്ത് ഇതുപോലെ അങ്ങനെ കട്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക്, ഇത് ചൂടാറിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നിന്ന് ഞാൻ 3ആയിട്ട് ഇതിനെ ഞാൻ ഭാഗിക്കുന്നുണ്ട്. അതിനെ എന്നിട്ട് ഒരു ഇത്ര നമ്മൾ കുറച്ച് ഇതെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇത്ര എടുത്തു, കാണുന്നില്ലേ. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ. നമുക്ക് ഇതിന് കുറച്ച് തൈരെടുത്തിട്ട് നമുക്കിതിനെ ഒരു ക്ലെൻസിങ് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിയും പിന്നെ നമ്മുടെ കോഫിയും കൂടിയിട്ട് വെള്ളത്തിലായാലും വേവിക്കാൻ, പാലിൽ തന്നെ കുറുക്കണം എന്നൊന്നുമില്ല, വെള്ളത്തിലായാലും മതി. ഇതിപ്പോൾ നല്ലതാ കട്ടയെല്ലാം ഉടച്ച് കണ്ടില്ലേ, ഇതുപോലെ ആക്കിയിട്ട് നമുക്കിതിനെ നല്ലോണം ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുഖത്ത് തേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കണേ. മുഖം തേച്ച് പിടിപ്പിക്കാം. നമ്മളൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി, പുതിയതായിട്ടൊന്നും വാങ്ങണമെന്നില്ല. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ കൂടുതൽ റിസൾട്ട് കിട്ടുക. നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇടുന്നുണ്ടൊന്നും കുഴപ്പമില്ലേ. ഇതൊക്കെ ഇട്ടിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ട് തരണം കേട്ടോ. ഇതുപോലെ ചെയ്യണേ. ഇത് അധികം ഉണങ്ങൊന്നും വേണ്ട. നമ്മളിതിങ്ങനെ ഇങ്ങനെ ഇതിൽ ക്ലെൻസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇതിലിങ്ങനെ ഇട്ടിട്ട് നമ്മളിതിൽ ബാക്കിയുള്ള ഇതിലുണ്ടാവുമല്ലോ, ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്കിതിൽ ഇപ്പം ഞാനിവിടെ കഴുത്തിലാവണ്ടെന്ന് ചോദിച്ചിട്ടാണ് കഴുത്തിലിട്ട് കൊടുക്കാത്ത. കഴുത്തിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേറെ വേറെ കളറ് വരെ. ഇപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒരാഴ്ച മുന്നേ കല്യാണത്തിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല റിസൾട്ട് നല്ല റിസൾട്ടാണേ. പിന്നെ നമുക്കിപ്പോൾ കല്യാണത്തിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് എന്നല്ല, നമുക്ക് ഇപ്പോൾ നാളെ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബ്യൂട്ടി പാർലർ പോവോ ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന. എല്ലാവർക്കും ബ്യൂട്ടി പാർലർ പോയിട്ട് ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിന്ന് വരില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. പക്ഷേ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണ്. നല്ല കളർ സൂപ്പറാണ്. ഞാൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുഖത്തിൻ്റെ ഒരു മാറ്റം കണ്ടില്ലേ. ഞാൻ 2 പ്രാവശ്യം ചെയ്തു, എന്നിട്ടാണ് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് കാണിച്ചു തരുന്നത്. ഇതുപോലെ തന്നെ ആഴ്ചക്ക് 1 ദിവസമൊക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ആഴ്ചക്ക് 2 പ്രാവശ്യം ചെയ്യാം കേട്ടോ. ആഴ്ചക്ക് 2 പ്രാവശ്യം ആയാലൊക്കെ നല്ല കൂടുതൽ എഫക്റ്റ് കിട്ടും. കോഫിയുടേതും പിന്നെ പാലൊഴിച്ചിട്ടാണ് നമ്മളിത് കുറുക്കിയിട്ടുള്ളത്. വെറുതെ വെള്ളം ഒഴിച്ചിട്ടായാലും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ തൈര് ഇതിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തൈരാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ തൈര് ചേർക്കുമ്പോൾ നല്ലൊരു ക്ലെൻസിങ് കിട്ടും. തൈര് പറ്റാത്തവർക്കാണെങ്കിൽ വീണ്ടും കുറച്ച് പാല് ചേർത്താലും മതി കേട്ടോ. പാല് പറ്റാത്തവരൊന്നും ഉണ്ടാവില്ല. പാല് പറ്റാത്തവർക്ക് തൈരെടുക്കാം, തൈര് പറ്റാത്തവർക്ക് പാലെടുക്കാം കേട്ടോ. അഥവാ ഈ പാലും തൈരും പറ്റാത്തവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുള്ളത്, നമുക്ക് റോസ് വാട്ടർ കുറച്ച് ചേർത്തിട്ട് അത് ചേർക്കാം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ മുഖം അങ്ങനെ ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയുള്ള കറുപ്പ് അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിക്കൊള്ളൂ കേട്ടോ. കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് അടയാളങ്ങൾ,
പിന്നെ നല്ല സോഫ്റ്റ് കിട്ടാൻ, പിന്നെ കറുപ്പ് കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ കോഫി പാക്ക് ഇട്ട് കഴിഞ്ഞാൽ, കോഫീൻ്റെ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിപ്പോൾ ഒരു ക്ലൻസിങ് ആണല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ക്രബ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്ലെൻസായി ഈ ഒരു സ്റ്റെപ്പ് പൂർണ്ണമായിട്ടുണ്ട്. ഇനി നമുക്കിത് തുടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലോണം ഞാൻ വെള്ളത്തിൽ തന്നെ കഴുകാമെന്ന് ചോദിച്ചിട്ടാണ് വെള്ളത്തിലേക്ക് ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വന്നു. അപ്പോൾ ഇത് ഈ പാക്ക് ഞാൻ പിന്നെ ഈ ഒരു ഫേഷ്യൽ കാണിക്കാൻ ഞാൻ നല്ലൊരു അതിൻ്റെ തെളിച്ചം വരട്ടെ, നല്ലൊരു എഫക്റ്റ് വരട്ടെ എന്ന് ചോദിച്ചിട്ടായിരുന്നു ഇത്ര ദിവസം വൈകിയത്. ഞാൻ ഇന്നലെയൊക്കെ ഈ ഫേഷ്യൽ ചെയ്ത് കാണിച്ചു തരണം എന്ന് ചോദിച്ചതാണ്. പിന്നെ ചോദിച്ചോ ആ ഒരു റിസൾട്ട് ഒന്ന് മുഖത്ത് തെളിഞ്ഞ് വരട്ടെ, അതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയണത്, ഈ പാത്രത്തിൽ നമ്മൾ കുറുക്കി വെച്ചതിൽ നിന്ന് വീണ്ടും കുറച്ചെടുത്തു, കാണുന്നില്ലേ, അത്ര എടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടത് നമ്മുടെ റൈസ് പൗഡറാണ്. അപ്പോൾ റൈസ് പൗഡർ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു സ്പൂൺ, നമുക്കിതിലൊരു ഇതാ നമ്മൾ എന്താ ചെയ്യാൻ പോണത്, സ്ക്രബാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാ റൈസ് പൗഡർ കുറച്ച് തരി ഇരുന്നോട്ടെ. നല്ല നൈസ് പൊടി ആയാലും കുഴപ്പമില്ല, പക്ഷെ നല്ല കുറച്ച് തരി ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് പാല് ചേർക്കാം. പാല് പറ്റാത്തവർക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതിനെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കുക. ഇപ്പോൾ നല്ല അടിപൊളി സ്ക്രബ്ബറാണ് ഇതിപ്പോൾ. ഈ സ്ക്രബ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ ഈ സ്ക്രബ് മാത്രമായാലും ചെയ്യാം. നമ്മുടെ മുഖത്തുള്ള ഈ ഇതിലെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഈ സ്ക്രബ് നല്ലതാണ് കേട്ടോ. വളരെ നല്ലത് പറഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ക്രബ് കൊടുക്കാം. ഇതിനെ കൊണ്ട് നല്ലൊരു മസാജ് കൊടുക്കണേ. ഈ 3 സ്റ്റെപ്പ് മതി നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് തിളങ്ങാൻ. നമ്മളിത് എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി നമ്മുടെ കയ്യിലിങ്ങനെ കൊടുക്കുക, നമ്മളിങ്ങനെ ആക്കുക. ഇതിനെക്കൊണ്ട് നല്ലൊരു സ്ക്രബ് ചെയ്യാം. നല്ലോണം നമ്മുടെ ഈ നടുക്കത്തെ വിരലുണ്ടല്ലോ, ഇത് എടുത്തിട്ട് നമ്മുടെ മൂക്കിൻ്റെ അവിടെ നല്ലോണം സ്ക്രബ് കൊടുക്കുക. ഈ സ്ക്രബിലെ നമ്മുടെ മുഖത്തുള്ള സകല എല്ലാ അഴുക്കുകൾ എത്രയായിട്ട് നമ്മൾ ചിലവർ ഈ ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, നമ്മളൊന്നും ഫേഷ്യലൊന്നും ചെയ്യാണ്ടിരിക്കുന്നവരുണ്ടാവില്ലേ, വീട്ടിലൊന്നും എന്തുണ്ടെങ്കിലും ചിലവരിതൊന്നും ചെയ്യാണ്ടിരിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഇതുപോലത്തെ സ്ക്രബ് തന്നെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണേ. മുഖത്ത് ഇതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ ചെറുതായിട്ടുള്ള ചിലവർക്ക് ഇങ്ങനെ എന്തോ ഒരു പൊന്തിയ പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ പോകാൻ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ കൈയിൻ്റെ മുട്ടിൻ്റെ ഇവിടെയുള്ള ചെറിയ ഇങ്ങനെ ഉണ്ടാവില്ലേ, പിന്നെ കറുപ്പ് കളറായിട്ടുണ്ടാവില്ലേ, അവിടെ എല്ലാം നല്ലോണം ഇങ്ങനെ തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ എഫക്റ്റാണ്. നല്ലോണം പോകും കേട്ടോ ഈ ഇവിടുത്തെ കളറ് പോകാൻ 2 മുട്ടിലും. പിന്നെ നമ്മൾ നമ്മുടെ മുഖം സംരക്ഷിക്കണ പോലെ തന്നെ നമ്മുടെ കഴുത്തും കൈയും എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കൈയൊക്കെ അതെങ്ങനെ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കൈയൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കില്ല, പക്ഷേ കൈയും കൂടെ നമ്മളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. സ്ക്രബ് ആണ് പറയണത്, സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രബ്. ഇതുപോലെ ഒരു 5 മിനിറ്റ് നമ്മളതിങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വയം കുറച്ച് സമയമൊക്കെ കണ്ടെത്തണമെന്നേ. നമ്മളിപ്പോൾ എന്താ പറയുക,
ഫേഷ്യൽ ചെയ്യാനൊന്നും ബ്യൂട്ടി പാർലർ പോകണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനാണ് പറയണത്. ഞാൻ ഇപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്, കുറച്ച് സമയം നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടേതായ സ്വയം നമ്മുടെ കാര്യങ്ങൾക്കുള്ള സമയം കണ്ടെത്താൻ പറ്റും. ഇവർക്കൊക്കെ ഇങ്ങനെ പറയാം, ഇങ്ങനെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവർക്കൊക്കെ ഇങ്ങനെ പറയാം, ഇവർക്ക് വീട്ടിൽ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറയണവരൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്കുള്ള സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും പറ്റും കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ കഥയെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പേഴ്സണലായിട്ട് പേഴ്സണൽ ഫോണൊക്കെ വിളിച്ചിട്ട് കഥ പറഞ്ഞു കൊടുക്കാം, കൊച്ചു കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കാനൊക്കെ പറഞ്ഞു. നോക്കട്ടെ, ഞാൻ ഇന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ, ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക നമുക്ക്. പിന്നെ നമ്മുടെ ഈ ചുണ്ടില്ലേ, ഈ ചുണ്ടിൻ്റെ ഇവിടെയും നമ്മൾ നല്ലൊരു സ്ക്രബിങ് ഇതുകൊണ്ട് തന്നെ ചെയ്ത് കൊടുത്താൽ നല്ല കളറ് വരും കേട്ടോ. കറുത്ത ചിലവർക്ക് ഭയങ്കര ഡാർക്കായിരിക്കും ചുണ്ട്, അവിടെയൊക്കെ നല്ലൊരു സ്ക്രബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ ചുണ്ടിൻ്റെ അവിടെയുള്ള ഒരു മോശം ഉള്ള തോലിൽ അതൊക്കെ ഇളകി വന്ന് നല്ലൊരു കളറ് കിട്ടും കേട്ടോ. പിന്നെ കോഫിയാണല്ലോ, ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ വേണേ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് വരാം. സ്ക്രബ് ചെയ്തിട്ട് നല്ല മാറ്റമില്ലേ? എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? നല്ല മാറ്റം തോന്നുന്നുണ്ടല്ലേ? ചുണ്ടിനൊക്കെ ഒരു കളർ വന്ന പോലെയില്ലേ? ഞാൻ നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ പോവില്ല, അതുകൊണ്ടാണ് ഞാൻ കഴുകാനായിട്ട് പോകണത് കേട്ടോ. പിന്നെ നല്ലൊരു മാറ്റമല്ലേ ഇത്? പെട്ടെന്ന് നമ്മൾ രാവിലെ കണ്ട വേഷമല്ലാണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പെട്ടെന്ന് മോളോ മോനോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവൊക്കെ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വരുമ്പോൾ അമ്മ എന്താ ഒരു നല്ല നിറന്ന് ചോദിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല മാറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണേ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് വളരെ എളുപ്പമാണ്, വീട്ടിലുള്ള സാധനം തക്കാളി. ഈ തക്കാളിയുടെ നീര് നമ്മൾ എടുത്ത് വെച്ച ഈ കൂട്ടിലേക്ക് തന്നെ ഒഴിക്കാം. ഇത് ഒന്നില്ലെങ്കിൽ മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തോളൂ, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ചാറെടുത്താൽ മതി. ഇതിൻ്റെ നീര് ഇങ്ങനെ എടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തേക്കുള്ളത് കിട്ടും. ഒരു പകുതി കഷ്ണം എടുത്താൽ മതി, ചെറിയൊരു പകുതി കഷ്ണം എടുത്താൽ. അതിന് ശേഷം ഇതിനെ നമ്മളിതുപോലെ നല്ലോണം ഇതിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഇത് ഒരു പാക്കായിട്ട് ഇടുക. നമ്മുടെ എടുത്ത് വെച്ച ആ കൂട്ടിൽ നിന്ന് ലേശം എടുത്തു, അതിലേക്ക് ലേശം പാല് ചേർക്കുക. പിന്നെ നമ്മുടെ തക്കാളി നീര് എന്നിട്ട് ഇതിലിട്ട് ഇത് ഒരു 2-3 മിനിറ്റ് മതി, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചോളൂ. പാക്കിട്ട് വയ്ക്കുക. തക്കാളി നീര് സൂപ്പറാണ് കേട്ടോ. വെറുതെ തക്കാളി നീര് കൊണ്ട്, തക്കാളിനെ കൊണ്ട് ഒരു ഫേഷ്യൽ ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതുപോലെ ടൊമാറ്റോ ഭയങ്കര എഫക്റ്റാണ് കേട്ടോ. നല്ലതാ, ഒന്ന് ചെയ്ത് നോക്കണേ. എൻ്റെ മുഖം കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ എനിക്ക് തന്നെ എന്തൊരു മാറ്റമാണ് തോന്നണത്. നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മാറ്റം, നല്ല അടിപൊളി മാറ്റം കണ്ടിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് തരുന്നത്. നിങ്ങളൊന്ന് കണ്ടോട്ടെ. എനിക്ക് കിട്ടിയ മാറ്റം നമുക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റം വരുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി കാണിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവില്ലേ? എങ്ങനെ ചെയ്തു, എന്നിട്ട് എനിക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടോ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇതേ മുഖവും ഈ ചെവിയുടെ ഭാഗമൊക്കെ വേറെ വേറെ കളറായിട്ടിരിക്കണേ, ഇതും കഴുത്തും അല്ലേ, എല്ലാം മാറ്റുമല്ലേ? അപ്പോൾ നമ്മുടെ ഈ പാക്കറ്റിട്ട് ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യണമെന്നറിയോ? ഒന്നില്ലെങ്കിൽ വല്ല പുസ്തകമോ എന്തെങ്കിലുമൊക്കെ വായിച്ച് കൊണ്ടിരിക്കുക. പുസ്തകം വായിക്കാൻ മടിയുള്ളവരാണെങ്കിൽ പാട്ട് കേട്ടിട്ടിരിക്കുക, അല്ലെങ്കിൽ വല്ല കഥയോ എന്തെങ്കിലും. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. പാട്ട് കേൾക്കാനേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, കഥ കേൾക്കാൻ ഇഷ്ടമാണ്. പുസ്തകം ഞാൻ നല്ലോണം വായിക്കും. ഞാൻ വായിക്കുന്ന ബുക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ബുക്ക് കേട്ടോ വായിക്കുക. അങ്ങനെ നമ്മുടെ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞു, തക്കാളിയൊക്കെ ഇട്ട് നല്ല പാക്കിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. ഉണങ്ങട്ടെ ഒന്ന്.
മുഖെല്ലാം കഴുകി നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ കഴുകിയിട്ട് കാണിക്കണ്ടേ. അപ്പോൾ വെള്ളം കൊണ്ട് കഴിയുന്നില്ല. അതാ എൻ്റെ മുഖത്തൊക്കെ വെള്ളമാണ് കേട്ടോ. കളർ വെച്ചത് കാണണേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. മുഖം പിന്നെ ഇങ്ങനെ വലിച്ചു തുടയ്ക്കണ്ട കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഒപ്പിയാൽ മതി. നല്ല സുന്ദരിയായില്ലേ, നല്ല കളർ വെച്ചിട്ടില്ലേ, നല്ല സുന്ദരിയായിട്ടില്ലേ. ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, പൗഡർ ഇട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴൊക്കെയാണ് നല്ല കളറ് വരിക അല്ലേ. പക്ഷേങ്കിൽ ഇത് കണ്ടില്ലേ. പക്ഷേ ചിലവർക്ക് ഒരു ഇതുണ്ട്, അത് ആ സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന്. പക്ഷെ അതൊക്കെ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. അതായത് നല്ല കളറ് ഇങ്ങനെ ഒതിച്ച പോലത്തെ കളറ് വരുന്നില്ല. പക്ഷേങ്കിൽ നമ്മുടെയൊക്കെ ശരിക്കും വേണ്ടത് എന്താ, നല്ല ഗ്ലോയിങ്, നല്ല ഗ്ലോ കിട്ടണം. അതാണ് നല്ല ഗ്ലോ എല്ലാം കിട്ടി. നമ്മുടെ മുഖത്തുള്ള കറുത്ത കുത്തുകൾ, കറുത്ത പാടുകൾ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അല്ലാണ്ട് വെള്ളച്ചിയാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മളുടെ ഒറിജിനൽ കളറ് നമ്മൾ വെയിലൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ ഒറിജിനൽ കളർ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒറിജിനൽ കളറ്, നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ചുണ്ടൊക്കെ നല്ല കളറ് വന്നു കേട്ടോ. ചുണ്ടിലൊന്നും ഇങ്ങനെ കോഫി ആയതുകൊണ്ടാണ്, കോഫി ഇട്ടിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ തന്നെ ആ ചുണ്ടിലുള്ളത് സ്ക്രബ് ചെയ്തില്ലേ. അപ്പോൾ ആ സ്ക്രബ് ചെയ്തപ്പോൾ നമ്മൾക്ക് അതിലത്തെ ഇതൊക്കെ പോയിട്ടുള്ള ആ ഒരു ഗ്ലോയിങ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻ്റ് ഇടണം. ഒരു പൊട്ടും കൂടെ വെച്ചിട്ട് വരാം. ഒരു പൊട്ടും. സുന്ദരിയായോ? അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ എല്ലാവരും എനിക്ക് തന്ന പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോയുടെ താഴെ ഇതിൻ്റെ കമൻറ്റൊക്കെ വരണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.